അങ്ങനെ മാലിക്കിനോടെ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ആളുകൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. മണൽ ആയിട്ടുള്ള പ്രദേശമാണ്, കടൽ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും മണലായിട്ടുള്ള പ്രദേശമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടും പോയിട്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന ലെങ്ത്ത് വരെ ജനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടതായിട്ട് ആ ഒരു കുബ്ബ കാണുന്ന ആ ഒരു ഏരിയക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ കണ്ടതിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അതായത് ഒരുപാട് ബസ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. കുക്കിങ് കാര്യങ്ങളൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അവരവർ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അവിടുത്തെ രീതി. ഹോട്ടലാകെ 1-2 ഹോട്ടലുകളേ ഉള്ളൂ. പായ് വിരിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ എല്ലാവരും ഇരുന്ന് കുക്ക് ചെയ്യുക. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കുക്ക് ചെയ്യണേ. ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ദർഗയ്ക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ദർഗേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 144 അടി നീളമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത്രയും നീട്ടം കൂടിയ ദർഗയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് തുടക്കമാണ് ഈ ഒരു മക്കാമിലേക്കില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് കടകൾ ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. കുറേ ആളുകൾ വന്നിട്ടും പോയിട്ട് ഇരുന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വിശ്രമിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കച്ചറകളാണ് കേട്ടോ ഈ ഇരു സൈഡുകളിലും കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ബസ്സിൽ വന്നിട്ട് വലിയ ചെമ്പിലാട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരു സൈഡുകളിലും നല്ല കച്ചറ ഉണ്ടോ. ഈ കച്ചറൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ എന്തുമാത്രം ക്ലീനാണ് നീറ്റായിട്ടുണ്ടാവും. ഇവിടെ 2 സൈഡിലും അത്യാവശ്യം കച്ചറാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ മീൻ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. മീൻ പൊരിച്ച് വിൽക്കുന്ന ഒരു കടയാണ്. അത് കഴിഞ്ഞാൽ നമ്മളെ കമ്പത്തിൻ്റെ ഒരു കടയാണ്. ഈ ഏരിയയിലായിട്ട് ഇങ്ങനത്തെ ബാഗുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കച്ചവടം നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടാ. നല്ല ഭംഗിയായിട്ടുള്ള ബാഗുകളുണ്ട്. ആ ഒരു ഏരിയയിലായിട്ട് കുടിവെള്ളത്തിൻ്റെ ഒരു പൈപ്പ് ലൈൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മക്കാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ ഒരു 2 കടകളാണ് കേട്ടോ വരിക. ആ കാണുന്നതാണ് കേട്ടോ മക്കാമ്. അവിടെയാണ് നമ്മളെ ഖബറുള്ളത്. ആ ഒരു ഏരിയയിലായിട്ട് നിസ്കരിക്കാനായിട്ടുള്ളൊരു പള്ളി കാണുന്നുണ്ട്. ആ ഒരു ഏരിയയിലായിട്ടും കുടിവെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെരുപ്പ് അയച്ച് വെച്ചിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഈ ഒരു മഹാന്റെ പേര് വരുന്നത് ഹസ്രത്ത് ഷെയ്ഖ് ദാവൂദ് ഷാ വലിയുല്ല എന്നാണ് കേട്ടോ. ചന്ദനത്തിരികൾ കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു വിളക്ക് കാര്യങ്ങളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെരുപ്പ് ഇവിടെയൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് മക്ബറയിലേക്ക് കയറുന്നത്. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹോളാണ് കേട്ടോ. ഈ ഹോളിൽ ആ ആളുകൾ നിൽക്കുന്ന ഏരിയയിലാണ് കേട്ടോ മക്ബറ വരുന്നത്. അങ്ങനെ ഈ കാണുന്ന ഏരിയയിലുള്ള ഖബറാണ് കേട്ടോ മഹാന്റെ ഖബർ വരുന്നത്. ആ ഒരു തലക്കലായിട്ടൊരു മരം വരുന്നുണ്ട്. ആ മരത്തിനോട് ചാരിയിട്ട് വരെ ഖബറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മഹാന്റെ ചരിത്രം എന്ന് പറയുന്നത് ജീവനോടെ ഇവിടെ ഖബറടക്കി എന്നുള്ളതാണ് കേട്ടോ. ദീനിനെ വളർത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന മഹാനാണ് ഹസ്രത്ത് ദാവൂദ് ഷാ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. ആന്ധ്രാപ്രദേശിലെ സുരൂരുപേട്ടയിലെ വേണൂർ എന്ന ഗ്രാമത്തിലെത്തിയ ഇദ്ദേഹം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് അവിടെ ഒരു കുഴിയെടുക്കാൻ പറയുകയും ആ കുഴിയിൽ തന്നെ മറമാടാൻ പറയുകയും അതുപ്രകാരം കുട്ടികൾ അത് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇത് ചെയ്ത കുട്ടികൾ അത് മറ്റുള്ളവരിലേക്ക് പറയുകയും പിന്നീട് അത് അവിടെ വൻ ചർച്ച വിഷയമാവുകയും അതുപ്രകാരം മറ്റുള്ള ആളുകൾ എല്ലാവരും കൂടി ആ ഒരു കുഴിനാളം തോണ്ടി നോക്കുകയും ചെയ്ത സമയത്ത് മൂപ്പരുടെ ഖബർ വലുതായി പോവുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ ഖബറിൻ്റെ താഴെ ഭാഗത്തായി കാണുന്ന മരച്ചുവട്ടിൽ പോയി നിൽക്കുകയായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഈ മഹാന്റെ അത്ഭുതങ്ങളിലൊന്നാണ് മൂപ്പരുടെ ഖബറിന് മുകളിലുള്ള മണൽത്തട്ടുകൾ കാറ്റടിക്കുമ്പോൾ പരന്നു പോവുകയും കാറ്റ് ഒഴിവായിക്കഴിഞ്ഞാൽ പുനർക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. 1993 വരെ മണൽത്തട്ടുകളിൽ കിടന്നിരുന്ന ഈ ഒരു കബറിടം AR റഹ്മാനാണ് പിന്നീട് ഇത് സിമെന്റിലേക്ക് കൺവേർട്ട് ചെയ്തു കൊടുത്തത്. അമാവാസി ദിവസം ഈ ഒരു മഹാന്റെ ഹൃദയം തുടിക്കുന്നത് കണ്ടവരും കേട്ടവരുമുണ്ട്. പല വർഷങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് സംഭവിക്കാറുള്ളത്. വ്യക്തികളും വന്നിട്ട് ഇവിടെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ മുഴുകുന്നുണ്ട് കേട്ടോ. രാവിലെ മുതൽ തന്നെ ഭയങ്കര ക്രൗഡാണ്. എൻ്റെ കാര്യസാധീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. തൊട്ടിൽ കെട്ടി കൊടുക്കുന്നുണ്ട്, അതുപോലെ കവറുകൾ കെട്ടി കൊടുക്കുന്നുണ്ട്, കൂട്ടുകൾ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മഹാൻ്റെ കബറിടത്തിൽ വിരിച്ചിരുന്ന തുണികൾ കാര്യങ്ങളൊക്കെ ഇട്ട് കാണുന്നത്. മഹാൻ്റെ കബറിടത്തിലേക്കുള്ള പുടവയാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇത് എടുത്ത് പൊക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. 144 അടിയോളം നീളമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതങ്ങനെ പോയിട്ട് അങ്ങനെ ചുറ്റി വളഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ ചുറ്റി വരികയാണ് കേട്ടോ. ആ
ഒരു ദർഗയിലേക്ക് അത് വിരിക്കുന്ന ഒരു വിഷ്വലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വരെ ഉണ്ടെന്നുള്ളതാണ്, അവിടെയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടത്. അമാവാസി ദിവസം ഈ മഹാന്റെ ഹൃദയം പല സ്ഥലങ്ങളിലായിട്ടാണ് ഇടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു സ്ഥലത്തായിട്ട് കറക്റ്റല്ല, ഈ ഒരു ഖബറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇടിക്കും എന്നുള്ള. മേൽക്കൂര ഇതുപോലത്തെ വർണ്ണ കടലാസുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഏരിയയും മൊത്തത്തിൽ ഇതുപോലെയാണ്. ഒരുപാട് പുടവകളുണ്ട് കേട്ടോ. ആ പുടവകൾ മൂപ്പര് എണ്ണി നോക്കുകയാണ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഓരോ വ്യക്തികൾ വരുമ്പോഴും കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത ഒരു പുടവയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്നത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള പുടവയാണ്. നേരത്തെ വന്നത് പച്ച നിറത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ 2 മീസാങ്കല്ല് വരുന്നുണ്ട്. ഒന്ന് പഴയതും ഇത് പിന്നെ ഇതിൻ്റെ വിവരണങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള സിമൻറ്റ് തറ കെട്ടിയതിൻ്റെ ശേഷമുള്ളൊരു കല്ലുമാണ് കേട്ടോ. അതാണ് ഒറിജിനൽ മീസാങ്കല്ല്. നമുക്കിനി അത് വിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണട്ടോ. ആ പുടവ ഇതിലേക്ക് നേരെ കൊണ്ടുവരികയാണ് മുന്നിലുള്ള ആളുകൾ തന്നെ. പിന്നീട് അത് ഇതിൻ്റെ മേലേക്ക് മനോഹരമായിട്ട് വിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. അതിനുവേണ്ടി ഇവിടെ ഉള്ള ആളുകൾ ഇതിനെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ പച്ചയായിരുന്ന ഇപ്പോൾ ഓറഞ്ച് നിറത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തലയിലിട്ടിട്ട് പിന്നെ കാൽപാദം വരെ വിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് അങ്ങനെ വിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ വീണാട് വലിയ ദർഗയിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. ഒരുപാട് ആളുകൾ ഇതര മതസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു പോകേണ്ടതെന്നുള്ളതാണ് കേട്ടോ അത്ഭുതം. നമ്മൾ ദർഗയിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ കൊടിമരങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പഴയ ഒരു കൊടിമരമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നീടുള്ളതൊക്കെ ഇരുമ്പിൽ തീർത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലത്തേ ഭാഗത്തായി കാണുന്നത് മൂപ്പര സഹോദരിയുടെ കബറും ഇടത്തേ ഭാഗത്തേക്ക് 500 മീറ്റർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൂപ്പര കൂടെ വന്ന മഹാന്റെ കബറുണ്ട് കേട്ടോ. നമ്മൾ എത്തിയിട്ടുള്ളത് ആ ഒരു മഹാന്റെ സഹോദരിയുടെ കബറിലേക്കാണ് കേട്ടോ. ഏകദേശം 18 അടി നീട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കബറിന്റെ പ്രത്യേകത. ഇവിടെ ഇങ്ങനെ കൊടിമരങ്ങളും കാര്യങ്ങളും ചന്ദനത്തിരികൾ കത്തിക്കാനൊക്കെ ഉള്ളതായിട്ട് ഒരുപാട് സ്പേസുകൾ കാണുന്നുണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇവിടെയൊക്കെ ചന്ദനത്തിരികൾ കാര്യങ്ങളൊക്കെ കത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ മേൽക്കൂര കാര്യങ്ങളൊക്കെ ഇതുപോലെ വർണ്ണ കടലാസുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതര മധ്യസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. വാഹിദമ്മ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഈ ഒരു വ്യക്തിയെ. അങ്ങനെ നമ്മൾ വീണാട് ദർഗയിലുള്ള വലിയ മഹാന്റെ കൂടെ വന്നൊരു വ്യക്തിയുടെ അടുത്തേക്കാട്ടെ നമ്മൾ പോകുന്നത്. എന്ന മണൽത്തരികളൊക്കെ ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ട് അങ്ങനെ കടലിൽ നിന്നും വെള്ളം അടിച്ച് കയറി വന്ന് പിന്നീട് മണലിങ്ങനെ വന്നു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കേൾക്കുന്നത്. വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. വ്യത്യസ്തമായിട്ട് ഇതുപോലെ കല്ലുകളൊക്കെ കയറ്റി വെച്ചിട്ട് കൂമ്പാരങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതെന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട്. അറ്റ്ലാസിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഏരിയയിലാട്ടോ മൂപ്പർ അവരടക്കിയിട്ടുള്ളത്. ഓപ്പൺ ആയിട്ട് തന്നെ കേട്ടോ കിടക്കുന്നത്. ഈ കാണുന്ന സിമെന്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ചെയ്തിട്ട് എന്നൊക്കെ കേട്ടോ പറഞ്ഞു കേൾക്കുന്നത്. അതിന് മുന്നേ മണൽക്കൂമ്പാരം തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു മഹാന്റെ പേര് ജലാലി ബാബ എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ നോക്കി നടത്തുന്ന ഒരാൾ മൂപ്പരാണ് കേട്ടോ. ദർഗന്റെ ഏകദേശം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. മുട്ടായി വെച്ച മൂപ്പര് കുറേ മുട്ടായി എടുത്തിട്ടുണ്ട് മനസ്സിന്. അവിടെ മുട്ടായി കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മഹാന്റെ പേര് പറയുന്നത് ജലാലി ബാബ എന്നാണ് കേട്ടോ. അതുപോലെ വരുന്ന ആളുകൾ പൂക്കൾ കാര്യങ്ങൾ മുട്ടായി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മേലെ വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. മരത്തിലൊക്കെ ഒരുപാട് കവറുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത്. ഈ കാണുന്ന മണൽത്തരികളൊക്കെ ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ട് അങ്ങനെ വന്നതാണെന്നുള്ളതൊക്കെ കേട്ടോ പറഞ്ഞു കേൾക്കുന്നത്. ഇതുപോലത്തെ കുറ്റി ചെടികളുള്ള ഒരു പ്രദേശത്താണ് കേട്ടോ കബറുകളുള്ളത്. ചുറ്റുഭാഗം ഇതുപോലത്തെ കുറ്റി മരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീണാട് ദർഗയിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇതാണ്. ഇവിടെ വരാത്ത ആളുകളിന് തീർച്ചയായിട്ടും വരേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ വന്നിട്ട് നമുക്ക് ബസ് റൂട്ട് ഇങ്ങോട്ട് വരട്ടാ. വീണാട് നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റും. ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു പ്ലേസാണ്. നമുക്കിവിടെ വന്നപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ഒരുപാട് ആൾക്കാരാണ് വന്നിട്ട് പോയിട്ടിരിക്കുന്നത് കേട്ടോ.
അതുകൊണ്ട് വരാനുള്ള റോഡ് വളരെ മോശമാണ്. എന്നാലും അത്രയും ദൂരം താണ്ടിയിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കട്ട് റോഡാണ്. എന്നിട്ട് അതും താണ്ടിയിട്ട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ കണ്ട് തമിഴ്നാട് ബസ് വരുന്നത് കണ്ടു, പിന്നെ ആന്ധ്രാപ്രദേശ് ബസ് വരുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം, സന്ദർശിക്കണം എന്ന് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ നമ്മളെ യാത്രയിൽ നമ്മൾ പകർത്തുന്ന വീഡിയോയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതാണ് നമുക്ക് ആകപ്പാടെ ഈ ഒരു യാത്രയിലുള്ള സപ്പോർട്ട്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.